ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലേക്ക് ഒരു ലേഡീസ് ട്രിപ്പ് പോവാണ്. അപ്പം അതിന് എല്ലാവരും രാമനാട്ടുകര സുരഭിമാളിൻ്റെ മുൻപിൽ എത്തി. വണ്ടി വന്നു, ഞങ്ങൾ പുറപ്പെട്ടു. ഹലോ ഗൈസ്, ഞങ്ങൾ ലേഡീസിൻ്റെ ട്രിപ്പ് പോവാണ്. സ്വർണ്ണ പറഞ്ഞൊരു യാത്ര, അടിപൊളി യാത്ര, അടിപൊളി യാത്ര. കിടു 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 കണ്ടോളി. അമ്മായി പോണുള്ളത് ഇവിടുത്തെ അമ്മായി. അങ്ങനെ രസകരമായ യാത്രയായിരുന്നു. അപ്പം പാട്ട് പാടാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. മൈക്ക് പിന്നെ ഇങ്ങോട്ട് കിട്ടില്ല. എല്ലാവരും പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ സൊറൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര തുടങ്ങി. ഞങ്ങൾ ആദ്യം പോയത് നോളജ് സിറ്റിയിലേക്കാണ്. അവിടെ പള്ളീൻ്റെ അകം അങ്ങനെ എല്ലാ സമയത്തും ഓപ്പൺ അല്ല. എന്ന് വെച്ചാൽ സന്ദർശകർക്ക് എല്ലാ സമയവും പള്ളീൻ്റെ അകം ഓപ്പൺ അല്ല. അപ്പം ശനി ഞായറും മാത്രമാണ് മറ്റുള്ള ആളുകൾക്കൊക്കെ കാണാനുള്ള അവസരം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഞങ്ങൾ കൂടെ പോയവർക്ക് കുറച്ച് പേർക്കൊക്കെ കാണാൻ പറ്റി. അന്നേരം ആർക്കോ വേണ്ടിയിട്ട് തുറന്നതായിരുന്നു. ഗൾഫ് പള്ളീൻ്റെ അകം പോലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു കഞ്ഞി 11 മണി, രാവിലെ മുതൽ 11 മണി വരെ കഞ്ഞി ഭക്ഷണമൊക്കെ അവിടെ ഫ്രീ ആണ്. അതുപോലെ നല്ല ഔഷധക്കഞ്ഞിയാണ്. അത് നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങി കുടിക്കുക. ആ പാത്രം കഴുകാതെ അവിടെ വെക്കുക എന്നുള്ളതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ചുരം കയറാൻ അങ്ങനെ ഞങ്ങൾ ചുരം കയറി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പൂക്കോട് തടാകം എത്തി. കുട്ടികളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോയി. കുറേ പേര് അവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് പൈനാപ്പിൾ കഴിക്കുന്നവരും പിന്നെ സർബത്ത് കുടിക്കുന്നവർ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും സൊറൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവിടെ കുറച്ച് നേരം ചിലവഴിച്ച്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നല്ലൊരു തണുപ്പും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്ത്രീകളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു സൊറ പറഞ്ഞിട്ടുള്ള ഒരു ഇരുത്തുണ്ടല്ലോ, കാറ്റൊക്കെ കണ്ടില്ലേ. എല്ലാവരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞിട്ട് ഉമ്മമാരെ ചിരി കണ്ടാൽ തന്നെ നമുക്ക് അതൊരു സന്തോഷമാണല്ലോ. ബോട്ടിംഗ് ഒന്നും ആരും കയറിയില്ല. കയാക്കിങ്, ബോട്ടിങ് അതിനോടൊന്നും ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ്. തടാകത്തിൽ അതുപോലെ ഒരു പിങ്ക് കുഞ്ഞു പൂക്കളുണ്ടായിട്ടുണ്ട്. നല്ല രസത്തിൽ ഒരു സൈഡ് നിറയെ പൂക്കൾ. നിസ്കരിക്കുന്നവർ സൗകര്യത്തോടു കൂടി അകത്ത് പോയി നിസ്കരിക്കുന്നവരുണ്ട്, പുറത്ത് നിസ്കരിക്കുന്നവരുണ്ട്. വിശേഷിച്ച് മിഠായിയൊക്കെ കൊടുക്കുന്ന നാരങ്ങ മിഠായി, പിന്നെ ഫിഷിൻ്റെ സ്പാ ചെയ്യുന്ന കാല് അതിൻ്റെ ഇടയ്ക്ക് പോപ്കോണ് മോന് വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന. എല്ലാവരും ഇപ്പോൾ ഒരു കുടുംബം പോലെ ആവാണ്. തമ്മിലറിയാത്തവരൊക്കെ ഒരു കുടുംബം പോലെ. ലേഡീസ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെന്തും ഒരു സ്വാതന്ത്ര്യമാണല്ലോ. അപ്പം ഇങ്ങനെ ഇനി ഞങ്ങൾ ഒരുപാട് ട്രിപ്പുകൾ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നടന്നു കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് വരുന്നുണ്ട്.
ഞങ്ങൾ പിന്നെ ഇവിടുന്ന് നേരെ പോവുക എന്നുള്ളതാണ്. പോയി ഭക്ഷണം കഴിക്കാതെ നമ്മൾ ചക്കരക്കുട്ടന് ബുഷ് ചെടീൻ്റെ ഇടയിൽ നിന്നിട്ട് ചിരിക്കുന്ന എല്ലാവരും കൂടി ഒരു ഫോട്ടോസ് വീഡിയോസിലൊക്കെ നിൽക്കുകയാണ് എല്ലാവരും മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ചിരിയൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി. വീണ്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയി. വീണ്ടും വണ്ടിയിൽ ഞാൻ പാട്ടൊക്കെ ഒന്ന് കേട്ടോക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നല്ലൊരു സ്ഥലം കിട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റിയ. നമ്മൾ റിസ്തമോള് ചെമ്പട്ടിയൊക്കെ ഇട്ട് വരുന്നത്. നമ്മൾ ബിരിയാണി ആദ്യം വീട്ടിൽ നിന്ന് ഇത്ര ആളുകൾക്ക് ദമ്മിട്ട് കൊണ്ടുവന്നതാണ്. ബിരിയാണി പൊടിയിലാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു, അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മളെ വേണ്ടപ്പെട്ട ഒരു താത്ത വെച്ചതാണ്, സൽമത്താത്ത വെച്ച ബിരിയാണിയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു. പിന്നെ നല്ല മരങ്ങളിടയിലും പിന്നെ വലിയ വലിയ മരങ്ങൾ ഒക്കെ അവിടെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളവും വേസ്റ്റ് കവറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റി. അവിടെ കുറേ ആളുകളൊന്നും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പോയിട്ടുണ്ട്. അവിടെ പച്ചക്കറിയും അതും ഇതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കണ്ടു. ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലമാണ്. കുറേ പ്ലേറ്റും വേസ്റ്റൊക്കെ അവിടെ അന്നേരം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഭക്ഷണത്തിന്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു അന്നേരം. നല്ല പാകപ്പെട്ട നല്ലൊരു സ്ഥലം കിട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. കളിയല്ല നാടൻ പെണ്ണ്, കരിയിളകും കാനനമുണ്ട്, മലദൈവ കോമരമുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ടായിട്ടിടട്ടോ. ഓക്കെ.